കാസർകോട് മധുവാഹിനി പുഴയോട് ചേരുന്ന തോട്ടിൽ ഒഴുക്കിൽപ്പെട്ട കുട്ടിയുടെ മൃതദേഹം കണ്ടെത്തി. ചെർക്കളാപ്പാടിയിലെ മിഥിലാജിന്റെ 12 വയസ്സുകാരന്റെ മൃതദേഹമാണ് കണ്ടെത്തിയത്. തോട്ടിൽ കുളിക്കാനിറങ്ങിയതായിരുന്നു. അതിനിടെയാണ് കുട്ടി ഒഴുക്കിൽപ്പെട്ടത്. കുട്ടിയെ കാണാതായ സ്ഥലത്തു നിന്നും 1.5 കിലോമീറ്റർ മാറി ആലമ്പാടി പാലത്തിനു സമീപമുള്ള പുഴയിൽ നിന്നാണ് മൃതദേഹം കിട്ടിയത്. കോഴിക്കോട് വടകര നഗരസഭ എഞ്ചിനീയറിംഗ് വിഭാഗത്തിലെ 2 ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്തു. അസിസ്റ്റന്റ് എഞ്ചിനീയർ അജിത് കുമാർ, ഓവർസിയർ അനീഷർ പി എന്നിവരെയാണ് തദ്ദേശ സ്വയംഭരണ വകുപ്പ് പ്രിൻസിപ്പൽ ഡയറക്ടർ സസ്പെൻഡ് ചെയ്തത്. ഫയലുകൾ കൈകാര്യം ചെയ്തതിൽ ഗുരുതരമായ ക്രമക്കേട് കണ്ടെത്തിയതിനെ തുടർന്നാണ് നടപടി. തദ്ദേശ സ്വയംഭരണ വകുപ്പ് ഇന്റേണൽ വിജിലൻസ് വിഭാഗം നഗരസഭാ ഓഫീസിൽ നടത്തിയ പരിശോധനയിലാണ് ക്രമക്കേട് കണ്ടെത്തിയത്. ചാലക്കുടിയിലെ ബ്യൂട്ടി പാർലർ ഉടമ ഷീല സണ്ണിയെ വ്യാജലഹരി കേസിൽ കുടുക്കിയ സംഭവത്തിൽ കുറ്റപത്രം സമർപ്പിച്ച് പോലീസ്. തൃശൂർ സെഷൻസ് കോടതിയിലാണ് പോലീസ് കുറ്റപത്രം സമർപ്പിച്ചത്. കാലടി സ്വദേശിനി ലിവിയ ജോസും തൃപ്പുണിത്തുറ സ്വദേശി നാരായണദാസുമാണ് കേസിലെ പ്രതികൾ. എക്സൈസ് ഉദ്യോഗസ്ഥരെ സാക്ഷികളാക്കിയാണ് കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്നത്. ഷീല സണ്ണിയുടെ മരുമകളുടെ സഹോദരിയാണ് ലിവിയ ജോസ്. ധർമ്മസ്ഥലയിലെ വെളിപ്പെടുത്തലുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിന്റെ ഭാഗമായി മലയാളിയായ ടി ജയന്തിന്റെ ബംഗളൂരുവിലെ വീട്ടിൽ പോലീസ് പരിശോധന. വെളിപ്പെടുത്തൽ നടത്തുകയും പിന്നീട് അറസ്റ്റിലാവുകയും ചെയ്ത ചിന്നയ്യക്കൊപ്പമാണ് SIT സംഘം ജയന്തിന്റെ വീട്ടിലെത്തിയത്. ചിന്നയ്യ നേരത്തെ ഈ വീട്ടിലെത്തിയിരുന്നു എന്നാണ് പോലീസ് സംശയിക്കുന്നത്. ഇതേ തുടർന്നാണ് പരിശോധന നടത്തിയത്. 16-ാം നൂറ്റാണ്ടിൽ വൈഷ്ണവ സന്യാസി ശ്രീ ശങ്കരൻ നിർമ്മിച്ച വൃന്ദാവനി വസ്ത്ര എന്ന പട്ടുതുണി 2027 അസമിൽ പ്രദർശിപ്പിക്കാൻ അനുമതി ലഭിച്ചതായി മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ ശർമ്മ അറിയിച്ചു. ലണ്ടനിലെ ബ്രിട്ടീഷ് മ്യൂസിയമാണ് വൃന്ദാവനി വസ്ത്രം വായ്പ നൽകാൻ സമ്മതിച്ചത്. 18 മാസത്തേക്കാണ് പ്രദർശനമുണ്ടാവുക. അതേസമയം വൃന്ദാവന വസ്ത്രം പ്രദർശിപ്പിക്കുന്നതിന് ബ്രിട്ടീഷ് മ്യൂസിയം ഒരു അത്യാധുനിക മ്യൂസിയം ഉൾപ്പെടെയുള്ള ചില നിബന്ധനകൾ നിശ്ചയിച്ചിട്ടുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. പഞ്ചാബ് നാഷണൽ ബാങ്ക് വായ്പാ തട്ടിപ്പ് കേസിലെ പ്രതിയും വജ്രവ്യാപാരിയുമായ മെഹുൽ ചോക്സിയുടെ ജാമ്യാപേക്ഷ ബെൽജിയത്തിലെ അപ്പീൽ കോടതി വീണ്ടും തള്ളി. 6300 കോടി രൂപയുടെ തട്ടിപ്പുമായി ബന്ധപ്പെട്ട് ഇദ്ദേഹത്തെ ഇന്ത്യയിലേക്ക് തിരിച്ചെത്തിക്കാനുള്ള ശ്രമം നയതന്ത്ര തലത്തിൽ തുടരുന്നതിനിടെയാണ് മെഹുൽ ചോക്സി ബെൽജിയത്തിലെ കോടതിയെ സമീപിച്ചത്. ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ ജനജീവിതം ദുസ്സഹമാക്കി കനത്ത മഴ തുടരുന്നു. ജമ്മു കാശ്മീരിലും ഉത്തരാഖണ്ഡിലും മഴയിലും മിന്നൽപ്പെടത്തിലും മരിച്ചവരുടെ എണ്ണം 17ആയി. കാണാതായവർക്കു വേണ്ടിയുള്ള തെരച്ചിൽ ഊർജിതമാക്കി. പഞ്ചാബിൽ വെള്ളപ്പൊക്ക ബാധിത പ്രദേശങ്ങളിൽ കുടുങ്ങിക്കിടക്കുന്നവരെ രക്ഷിക്കുന്നതിനുള്ള ശ്രമം കരസേന തുടരുകയാണ്. ഉഭയപക്ഷി ബന്ധം കൂടുതൽ ശക്തിപ്പെടുത്താനുള്ള ഉൽപ്പാദനക്ഷമമായ പ്രവർത്തനങ്ങൾക്ക് ജപ്പാൻ സന്ദർശനം ഫലം ചെയ്തു എന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ജപ്പാനുമായി 13 പ്രധാന കരാറുകളിൽ ഒപ്പുവെച്ച നരേന്ദ്രമോദി 2 ദിവസത്തെ ജപ്പാൻ സന്ദർശനം പൂർത്തിയാക്കി ഇന്ന് നടക്കുന്ന SCO ഉച്ചകോടിക്ക് പങ്കെടുക്കാൻ ഇന്നലെ ചൈനയിലെത്തി. ദില്ലിയിൽ പ്രസാദം നൽകാൻ വൈകിയതിന് കേന്ദ്ര ജീവനക്കാരനെ യുവാക്കൾ അടിച്ചുകൊന്നു. യുവാക്കളിൽ ഒരാളെ നാട്ടുകാർ പിടികൂടി പോലീസിലേൽപ്പിച്ചു. 2 പേർക്കായുള്ള തെരച്ചിൽ തുടരുന്നു. ജനമധ്യത്തിൽ നടന്ന നടുക്കുന്ന സംഭവത്തിന്റെ ദൃശ്യങ്ങൾ പുറത്തുവന്നു. വെള്ളിയാഴ്ച രാത്രി 9 മണിക്കാണ് കേസിനാസ്പദമായ സംഭവം. വടക്കൻ ഗാസയിലെ ചില മേഖലയിലേക്കുള്ള സഹായ വിതരണം വീണ്ടും തടയാൻ ഇസ്രായേൽ സൈന്യം തീരുമാനിച്ചതായി റിപ്പോർട്ട്. ഹമാസിനെ ലക്ഷ്യമിട്ട് ഗാസയിൽ വീണ്ടും വ്യോമാക്രമണം നടത്താൻ തീരുമാനിച്ചു എന്നും റിപ്പോർട്ടുകളുണ്ട്. വടക്കൻ ഗാസയിൽ നിന്ന് താമസക്കാരെ തെക്കൻ ഗാസയിലേക്ക് ഒഴിപ്പിക്കാനുള്ള ശ്രമവും ഇതോടൊപ്പം നടത്തും. ഇതിന്റെ എല്ലാം ഭാഗമായാണ് സഹായവുമായി വരുന്ന ട്രക്കുകളുടെ വടക്കൻ ഗാസയിലേക്കുള്ള സഞ്ചാരം നിയന്ത്രിക്കുന്നതെന്നാണ് വിവരം. വർഷങ്ങൾക്ക് ശേഷം S&P ഇന്ത്യയുടെ ദീർഘകാല സോവറൈൻ ക്രെഡിറ്റ് റേറ്റിംഗ് ഉയർത്തി. വിദേശത്ത് നിന്ന് വായ്പയെടുക്കാൻ താൽപ്പര്യമുള്ള ഇന്ത്യൻ കമ്പനികൾക്കും ധനകാര്യ സ്ഥാപനങ്ങൾക്കും കുറഞ്ഞ ചിലവിൽ ഇനി വായ്പ ലഭ്യമാകും. ഫോറിൻ പോർട്ട്ഫോളിയോ നിക്ഷേപകരെ ഇന്ത്യയിലേക്ക് ആകർഷിക്കാനും റേറ്റിംഗ് ഉയർത്തൽ സഹായിക്കും. മികച്ച റേറ്റിംഗ് കാരണം സർക്കാരിനും ഇനി കുറഞ്ഞ ചിലവിൽ കടം ലഭിക്കും. റേറ്റിംഗിലുണ്ടായ പുരോഗതി ആഗോള നിക്ഷേപകരുടെ ആത്മവിശ്വാസം ഉയർത്തുകയും കടബാധ്യതകൾ നികത്താനുള്ള ഇന്ത്യയുടെ കഴിവ് മെച്ചപ്പെട്ടു എന്ന സൂചനയും നൽകുകയും ചെയ്യും. പുതിയ മൂലധനം ആകർഷിക്കാനും രാജ്യത്തിന്റെ പരിവർത്തനം ത്വരിതഗതിയിലാക്കാനും ഇത് സഹായകരമാകും. 2007 ഇന്ത്യ $1 ട്രില്യൺ സമ്പദ് വ്യവസ്ഥയായിരുന്നു. ഇന്ന് 18 വർഷത്തിനു ശേഷം അത് $4 ട്രില്യൺ കടന്നിരിക്കുന്നു. പ്രേക്ഷകരേവരും ഏറ്റെടുത്ത മന്ദാകിനി എന്ന ചിത്രത്തിനു ശേഷം നടൻ അൽത്താഫ് സലീമും അനാർക്കലി മരക്കാറും വീണ്ടും ഒരുങ്ങുന്ന ഇന്നസെന്റ് എന്ന സിനിമയുടെ ചിരിയൊഴിപ്പിച്ച ഒഫീഷ്യൽ ട്രെയിലർ പുറത്തിറങ്ങി. സർക്കാർ ഓഫീസിലെ നൂലാമാലകളും മറ്റുമൊക്കെയായി പ്രായഭേദമെന്നെ ചിരിച്ച് ആഘോഷിച്ച് കാണാൻ പറ്റുന്ന ചിത്രമെന്നാണ് ട്രെയിലർ കാണുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. ഒക്ടോബറിലാണ് സിനിമയുടെ വേൾഡ് വൈഡ് റിലീസ്. സോഷ്യൽ മീഡിയ താരം ടാൻസാനിയ സ്വദേശിയായ കിളി പോൾ ആദ്യമായി അഭിനയിക്കുന്ന മലയാള സിനിമയും കൂടിയായാണ് ഇന്നസെന്റ് എത്തുന്നത്. ചിത്രം ഒരു ടോട്ടൽ ഫൺ റൈഡ് ആണെന്നാണ് ട്രെയിലർ നൽകുന്ന സൂചനകൾ. ജോമുൻ ജോദൂർ, അസീസ് നെടുമങ്ങാട്, മിഥുൻ, നോബി, അന്നപ്രസാദ്, ലക്ഷ്മി സഞ്ജു, ഉണ്ണിലാലു തുടങ്ങി നിരവധി താരങ്ങളാണ് ചിത്രത്തിൽ ഒരുമിക്കുന്നത്. എലമെന്റ്സ് ഓഫ് സിനിമയുടെ ബാനറിൽ M ശ്രീരാജ് AKD നിർമ്മിക്കുന്ന സിനിമ സംവിധാനം ചെയ്യുന്നത് സതീഷ് തൻവിയാണ്.
ഹോം എന്ന സൂപ്പർ ഹിറ്റ് ചിത്രത്തിന് ശേഷം റോജിൻ തോമസ് സംവിധാനം ചെയ്യുന്ന ചിത്രമാണ് കാത്തനാർ. ജയസൂര്യയാണ് ചിത്രത്തിൽ നായകനായി എത്തുന്നത്. ഇപ്പോഴിതാ ചിത്രത്തിന്റെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ നാളെ പുറത്തുവിടുമെന്ന് പ്രഖ്യാപിച്ചിരിക്കുകയാണ് നിർമ്മാതാക്കളായ ഗോകുലം മൂവീസ്. 212 ദിവസവും 18 മാസവും കൊണ്ടാണ് റോജിനും സംഘവും ഈ പടത്തിന്റെ ചിത്രീകരണം പൂർത്തിയാക്കിയത്. മലയാളത്തിലെ ഏറ്റവും വലിയ മുതൽമുടക്കുള്ള ചിത്രം നിർമ്മിക്കുന്നത് ഗോകുലം മൂവീസിന്റെ ബാനറിൽ ഗോകുലം ഗോപാലനാണ്. 75 കോടിയാണ് ബഡ്ജറ്റ് എന്നാണ് റിപ്പോർട്ടുകൾ. മലയാളം, ഹിന്ദി, തമിഴ്, തെലുഗു, കന്നഡ, ഇംഗ്ലീഷ്, ബംഗാളി, ചൈനീസ്, ഫ്രഞ്ച്, കൊറിയൻ, ഇറ്റാലിയൻ, റഷ്യൻ, ഇന്തോനേഷ്യൻ, ജാപ്പനീസ്, ജർമ്മൻ തുടങ്ങി 15 ഭാഷകളിലാകും സിനിമ റിലീസ് ചെയ്യുക. 2023 കാത്തനാറിന്റെ ഷൂട്ടിംഗ് ആരംഭിച്ചത്. 36 ഏക്കറിൽ 45,000 അടി ചതുരശ്ര വിസ്തീർണമുള്ള പടുകൂട്ടൻ സെറ്റും മണിയറ പ്രവർത്തകർ ഒരുക്കിയത് ഏറെ ശ്രദ്ധ നേടിയിരുന്നു. അനുഷ്ക ഷെട്ടിയും പ്രധാന വേഷത്തിലെത്തുന്ന കാത്തനാറിൽ പ്രഭുദേവിയും കേന്ദ്ര കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നുണ്ട്. 3Dയിലാണ് സിനിമ ഒരുക്കിയിരിക്കുന്നത്. വരാനിരിക്കുന്ന ഉത്സവ സീസൺ കണക്കിലെടുത്ത് വീണ്ടും പുതിയ സ്കൂട്ടർ ഇറക്കാനൊരുക്കി പ്രമുഖ ഇരുചക്രവാഹന നിർമ്മാതാക്കളായ TVS. സ്കൂട്ടർ വിപണിയിൽ TVSന്റെ ജനകീയ മോഡലായ എൻടോർക്കിന്റെ പരിഷ്കൃത പതിപ്പായ എൻടോർക്ക് 150 ആണ് വിപണിയിലെത്തിക്കുന്നത്. സെപ്റ്റംബർ 4-ന് എൻടോർക്ക് 150 വിപണിയിലെത്തിക്കുമെന്ന് കമ്പനി സ്ഥിരീകരിച്ചു. 125cc സ്കൂട്ടറുകളിൽ TVS എൻടോർക്ക് ഏറെ മുന്നിലാണ്. അതിന്റെ അടുത്ത പതിപ്പായ ഉയർന്ന ക്ഷമതയുള്ള മോഡലാണ് കമ്പനി അവതരിപ്പിക്കുന്നത്. ലോഞ്ചിന്റെ ഭാഗമായി കമ്പനി എൻടോർക്ക് 150ന്റെ LED ഹെഡ്ലാമ്പ് ഡിസൈൻ ടീസർ പുറത്തിറക്കി. ഒരു പ്രത്യേക സ്പ്ലിറ്റ് ഡിസൈനോടുകൂടിയ ബോൾഡ് ക്വാഡ് LED ഹെഡ്ലാമ്പ് ക്ലസ്റ്റർ ഇതിൽ കാണാം. വലിയ എഞ്ചിനുള്ള ഈ മോഡൽ 125cc മോഡലിന്റെ ആക്രമണോത്സവ രൂപകൽപ്പന നിലനിർത്തുമെന്നാണ് സൂചിപ്പിക്കുന്നത്. എൻടോർക്ക് 150ൽ സിംഗിൾ ചാനൽ ABS ഉണ്ടാകുമെന്ന് കരുതുന്നു. 1.5 ലക്ഷം രൂപയാണ് വില പ്രതീക്ഷിക്കുന്നത്. കേര പദ്ധതി വാർത്ത ചോർത്തൽ വിവാദത്തിന് പിന്നാലെ കൃഷിവകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി സ്ഥാനത്ത് നിന്നും B. അശോകിനെ മാറ്റി ടിങ്കു ബിസ്വാളിനാണ് പകരം ചുമതല നൽകിയിരിക്കുന്നത്. ഉത്തരവിന് പിന്നാലെ ടിങ്കു ബിസ്വാൾ ചുമതലയേറ്റു. B. അശോകൻ ഇപ്പോൾ നൽകിയത് KTDFC ചെയർമാൻ പദവിയാണ്. സംസ്ഥാനത്തെ സ്വകാര്യ ആശുപത്രികളിലെ വിദേശ നിക്ഷേപത്തിനെതിരെ മുഖ്യമന്ത്രി പിണറായി വിജയൻ കേരളത്തിലെ പ്രധാനപ്പെട്ട സ്വകാര്യ ആശുപത്രികൾ ചില ആഗോള കോർപ്പറേറ്റുകൾ ഏറ്റെടുക്കുകയാണെന്നും ഈ ആശുപത്രികൾ സാധാരണക്കാർക്ക് താങ്ങാനാകാത്ത ചികിത്സയിലേക്ക് മാറുകയാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. കൊച്ചിയിൽ വെൽകെയർ ആശുപത്രി സൂപ്പർ സ്പെഷ്യാലിറ്റി കെട്ടിടം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി. എറണാകുളത്ത് കാരിക്കാമുറിയിൽ പുതിയ KSRTC ബസ് സ്റ്റാൻഡ് നിർമ്മാണത്തിന് സർക്കാർ 12 കോടി രൂപ അനുവദിക്കുമെന്ന് ധനവകുപ്പ് മന്ത്രി KN ബാലഗോപാൽ. പുതിയ KSRTC ബസ് സ്റ്റാൻഡ് നിർമ്മിക്കുന്നതിന്റെ പ്രാരംഭ നടപടികൾക്കായി മന്ത്രി നടത്തിയ സന്ദർശനത്തിലാണ് പ്രഖ്യാപനം. മുണ്ടക്കൈ ചൂരൽമല ദുരന്തബാധിതരുടെ പുനരധിവാസത്തിനായി ഏറ്റെടുത്ത കൽപ്പറ്റയിലെ എൽസ്റ്റൺ എസ്റ്റേറ്റ് ഉടമയ്ക്ക് 24 കോടി അനുവദിച്ചു. എസ്റ്റേറ്റ് ഉടമ ഹൈക്കോടതിയിൽ ഫയൽ ചെയ്ത റീറ്റ് ഉത്തരവ് പ്രകാരം സർക്കാർ ഹൈക്കോടതിയിൽ കെട്ടിവെച്ച തുകയിൽ നിന്നാണ് 24 കോടി രൂപ അനുവദിച്ചത്. എസ്റ്റേറ്റ് ഉടമയ്ക്ക് ലഭിച്ച തുകയിൽ നിന്നും തൊഴിലാളികൾക്ക് ലഭിക്കേണ്ട വിവിധ ആനുകൂല്യങ്ങൾ 5 ദിവസത്തിനകം വിതരണം ചെയ്യണമെന്നും ഹൈക്കോടതി നിർദ്ദേശിച്ചു. അമേരിക്കയ്ക്കും ഇന്ത്യയ്ക്കുമിടയിലെ ഭിന്നത രൂക്ഷമാകുന്നതിനിടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ്ങും തമ്മിലുള്ള നിർണായക ചർച്ച ഇന്ന്. ജപ്പാൻ സന്ദർശനം പൂർത്തിയാക്കിയ മോദി ചൈനയിലെ ടിൻഡിയാനിൽ ഇന്നലെ എത്തി. ആഗോള സാമ്പത്തിക സ്ഥിരതയ്ക്ക് ഇന്ത്യയും ചൈനയും തമ്മിലുള്ള സഹകരണം അനിവാര്യമെന്ന് മോദി വ്യക്തമാക്കി. 7 കൊല്ലത്തിനു ശേഷം ചൈനയിലെ മണ്ണിലിറങ്ങിയ നരേന്ദ്രമോദിക്ക് ഹൃദ്യമായ വരവേൽപ്പാണ് ലഭിച്ചത്. ഇന്ത്യൻ സമയം രാവിലെ 9:30-ക്കാണ് ഇരു നേതാക്കളും തമ്മിലുള്ള ചർച്ച നിശ്ചയിച്ചിരിക്കുന്നത്. കഴിഞ്ഞ വർഷം റഷ്യയിലെ കസാനിൽ പരസ്പര ബന്ധം മെച്ചപ്പെടുത്താൻ കൈക്കൊണ്ട തീരുമാനങ്ങളുടെ പുരോഗതി മോദിയും ഷീയും വിലയിരുത്തും. ഇരു രാജ്യങ്ങൾക്കുമിടയിൽ വിശ്വാസം വർദ്ധിപ്പിക്കാനുള്ള കൂടുതൽ നടപടികൾ ചർച്ചയാകും. ഷാങ്ഹായ് സഹകരണ ഉച്ചകോടിയുടെ ഭാഗമായ വിരുന്നിലും മോദി ഇന്ന് പങ്കെടുക്കും. നാളെ രാവിലെ മോദി ഉച്ചകോടിയിൽ സംസാരിക്കും. റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനുമായും മോദി നാളെ ചർച്ച നടത്തും. യുക്രൈൻ പ്രസിഡന്റ് വ്ളോഡിമിർ സെലൻസ്കിയുമായി ഫോണിൽ സംസാരിച്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ്ങിനെയും നാളെ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനെയും കാണാനിരിക്കെയാണ് സെലൻസ്കിയുമായി മോദി സംസാരിച്ചത്. റഷ്യയും യുക്രൈനും തമ്മിലുള്ള സംഘർഷം തീർക്കാനുള്ള ശ്രമങ്ങൾക്ക് എല്ലാ പിന്തുണയും ഉണ്ടാകുമെന്ന് മോദി സെലൻസ്കിയെ അറിയിച്ചു. അമേരിക്കയിൽ നടന്ന ചർച്ചയുടെ വിശദാംശങ്ങൾ സെലൻസ്കി മോദിയോട് വിശദീകരിച്ചു. കോഴിക്കോടിനെയും വയനാടിനെയും ബന്ധിപ്പിക്കുകയും ഒപ്പം യാത്ര സുഗമമാക്കുകയും ചെയ്യുന്ന ആനക്കാംപൊയിൽ കള്ളാടി മേപ്പാടി തുരങ്കപാത നിർമ്മാണ പ്രവൃത്തിക്ക് ഇന്ന് ഔദ്യോഗിക തുടക്കം. വയനാട് ജില്ലയിൽ 5.58 കിലോമീറ്ററും കോഴിക്കോട് ജില്ലയിൽ 3.15 കിലോമീറ്ററും ആകെ 8.735 കിലോമീറ്റർ നീളം വരുന്ന കേരളത്തിലെ ഏറ്റവും വലിയ അടിസ്ഥാന സൗകര്യ വികസന പദ്ധതികളിലൊന്നായ തുരങ്കപാതയുടെ പ്രവൃത്തി ഉദ്ഘാടനം ഇന്ന് വൈകിട്ട് 4 മണിക്ക് കോഴിക്കോട് ജില്ലയിലെ ആനക്കാംപൊയിൽ സെന്റ് മേരി സ്കൂൾ ഗ്രൗണ്ടിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിക്കും. സംസ്ഥാന സർക്കാർ നടപ്പിലാക്കുന്ന ബഹുമുഖ വികസന പദ്ധതികളുടെ ഭാഗമായി ഫറോക്ക് താലൂക്ക് ആശുപത്രിയിൽ പുതുതായി നിർമ്മിച്ച ബഹുമന്ദല മന്ദിരം ഇന്ന് രാവിലെ 10 മണിക്ക് മുഖ്യമന്ത്രി പിണറായി വിജയൻ നാടിന് സമർപ്പിക്കും. ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് അധ്യക്ഷത വഹിക്കും. സംസ്ഥാന ആരോഗ്യ മേഖലയിൽ നടന്നുവരുന്ന വലിയ വികസന പ്രവർത്തനങ്ങളുടെ തുടർച്ചയാണ് ഫറോക്ക് താലൂക്ക് ആശുപത്രിയുടെ പുതിയ കെട്ടിടമെന്ന് മന്ത്രി വീണ ജോർജ് പറഞ്ഞു.
CK ജാനുവിന്റെ നേതൃത്വത്തിലുള്ള ജനാധിപത്യ രാഷ്ട്രീയ പാർട്ടി NDA വിട്ടു. NDAയിൽ നിന്ന് അവഗണന നേരിട്ടതായി CK ജാനു പറഞ്ഞു. ഇതേ തുടർന്നാണ് CK ജാനു അടക്കമുള്ള ജനാധിപത്യ രാഷ്ട്രീയ പാർട്ടി പ്രവർത്തകർ NDAയിൽ തുടരേണ്ടതില്ലെന്ന തീരുമാനമെടുത്തത്. ഇന്നലെ കോഴിക്കോട് ചേർന്ന ജനാധിപത്യ രാഷ്ട്രീയ പാർട്ടിയുടെ സംസ്ഥാന കമ്മിറ്റിയിലാണ് തീരുമാനം. ഓണത്തോടനുബന്ധിച്ചുള്ള ജില്ലാ ഫെയറുകൾ ആരംഭിച്ച ഓഗസ്റ്റ് 25 മുതൽ 29 വരെ സപ്ലൈകോ നേടിയത് 73 കോടി രൂപയിലധികം വിറ്റുവരവ്. ഇതിൽ ജില്ലാ ഫെയറുകളിൽ നിന്ന് മാത്രമുള്ള വിറ്റുവരവൽ 2 കോടിയിലധികമാണ്. ഈ ദിവസങ്ങളിൽ 10 ലക്ഷത്തിലധികം ഉപഭോക്താക്കളാണ് സപ്ലൈകോ വിൽപ്പനശാലകൾ സന്ദർശിച്ചത് എന്ന് സർക്കാരിന്റെ കണക്ക്. ഓഗസ്റ്റ് മാസത്തിൽ 29 വരെ ആകെ 2700 കോടി രൂപയുടെ വിറ്റുവരവുണ്ടായി. പാലക്കാട് ചെർപ്പുളശ്ശേരി കാറൽ മണ്ണയിൽ പന്നിക്കണിയിൽ നിന്നും ഷോക്കേറ്റ് ഇതര സംസ്ഥാന തൊഴിലാളി മരിച്ച സംഭവത്തിൽ 2 പേരെ അറസ്റ്റ് ചെയ്തു. കമ്പിവേലിയിലേക്ക് വൈദ്യുതി പ്രവഹിപ്പിക്കാൻ സഹായിയായി പ്രവർത്തിച്ച കാറൽ മണ്ണ മണ്ണിങ്ങൽ വീട്ടിൽ MK ഹരിദാസനും പാട്ടത്തിനടുത്ത ഭൂമിയിൽ വാഴകൃഷി നടത്തിയിരുന്ന പാലക്കാട് പാറയ്ക്കൽ വീട്ടിൽ പ്രഭാകരനുമാണ് അറസ്റ്റിലായത്. നിലവിൽ ഒരു വിവാഹബന്ധമുള്ളപ്പോൾ മറ്റൊരാൾ വിവാഹ വാഗ്ദാനം നൽകി ലൈംഗിക ബന്ധത്തിലേർപ്പെട്ടു എന്ന ആരോപണം നിലനിൽക്കില്ല എന്ന് ഹൈക്കോടതി പറഞ്ഞു. വിവാഹ വാഗ്ദാനം നൽകി സ്ത്രീയെ ലൈംഗികമായി പീഡിപ്പിച്ചു എന്ന കേസിൽ പ്രതിക്ക് സ്ഥിരം ജാമ്യം അനുവദിച്ചുകൊണ്ട് ജസ്റ്റിസ് ബെച്ചു കുര്യൻ തോമസാണ് ഇക്കാര്യത്തിൽ നിരീക്ഷണം നടത്തിയത്. ട്രംപ് മരിച്ചോ? ശനിയാഴ്ച ഗൂഗിളിലും സമൂഹമാധ്യമങ്ങളിലും ട്രെൻഡിംഗ് കീവേഡ് ഇതായിരുന്നു. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ആരോഗ്യസ്ഥിതിയെക്കുറിച്ച് കിംവദന്തികൾ പരന്നതോടെയാണ് ട്രംപ് മരിച്ചു തുടങ്ങിയ വാചകങ്ങളും ഹാഷ്ടാഗുകളും സൈബർ ലോകത്ത് നിറഞ്ഞത്. പൊതുപരിപാടികളിൽ നിന്നും പെട്ടെന്ന് അപ്രത്യക്ഷമായതും അഭ്യൂഹങ്ങളുടെ ആക്കം കൂട്ടി. എന്നാൽ ശനിയാഴ്ച വിർജീനിയയിലെ ഗോൾഫ് ക്ലബ്ബിലേക്ക് പ്രസിഡന്റ് പോകുന്ന ചിത്രം പുറത്തുവന്നതോടെ ചർച്ചകൾക്ക് ഏറെക്കുറെ വിരാമമായി. വെള്ള ടീഷർട്ടും ചുവന്ന തൊപ്പിയും ധരിച്ച് ഗോൾഫ് ക്ലബ്ബിലേക്ക് പോകുന്ന ചിത്രമാണ് പുറത്തുവന്നത്. പ്രാദേശിക സമയം ശനിയാഴ്ച രാവിലെ 8:49 പേരക്കുട്ടികൾക്കൊപ്പമാണ് അദ്ദേഹം പോയതെന്ന് വൈറ്റ് ഹൌസ് വ്യക്തമാക്കി. ജനുവരിയിൽ US പ്രസിഡന്റായി ചുമതലയേറ്റപ്പോൾ മുതൽ ട്രംപ് വാർത്തകളിൽ നിറഞ്ഞു നിൽക്കുകയാണ്. എന്നാൽ ഓഗസ്റ്റ് 26 മന്ത്രിസഭാ യോഗത്തിൽ പങ്കെടുത്ത ശേഷം ട്രംപിനെ പൊതുപരിപാടികളിൽ കണ്ടിട്ടില്ല. വലതുകൈയിൽ ചതവും കണങ്കാലിന് ചുറ്റും നീരുമുള്ള ട്രംപിന്റെ ചിത്രങ്ങൾ പുറത്തുവന്നതിന് പിന്നാലെയാണ് അദ്ദേഹത്തിന്റെ ആരോഗ്യസ്ഥിതിയെക്കുറിച്ച് അഭ്യൂഹങ്ങൾ പരന്നത്. ഇത് സംബന്ധിച്ച് വൈറ്റ് ഹൌസ് ഔദ്യോഗികമായി പ്രതികരിച്ചില്ലെങ്കിലും ട്രംപിന് CVI എന്ന രോഗാവസ്ഥ ഉണ്ടെന്ന് സ്ഥിരീകരിക്കുന്ന ഒരു കത്ത് കഴിഞ്ഞ മാസം പുറത്തിറക്കി. പ്രായവും ദീർഘനേരം നിൽക്കുന്നതും മൂലമുണ്ടാകുന്ന രോഗാവസ്ഥയാണിത്. കണങ്കാലിലെ വീക്കം ആസ്പിരിൻ ഉപയോഗം കാരണമാകാമെന്നും ഡോക്ടർമാർ അഭിപ്രായപ്പെടുന്നു. എന്നാൽ കിംവദന്തികൾക്ക് ഇന്ധനം പകരുന്ന തരത്തിൽ വൈസ് പ്രസിഡന്റ് JD വാൻസ് കഴിഞ്ഞ ദിവസം വാർത്താസമ്മേളനത്തിൽ പറഞ്ഞ കാര്യങ്ങളാണ് സമൂഹമാധ്യമങ്ങളിൽ കത്തിപ്പടർന്നത്. ട്രംപിന്റെ ആരോഗ്യസ്ഥിതി സംബന്ധിച്ച് മാധ്യമപ്രവർത്തകർ ചോദിച്ചപ്പോൾ എന്തെങ്കിലും അത്യാഹിതം സംഭവിച്ചാൽ രാജ്യത്തിന്റെ പരമോന്നത പദവി ഏറ്റെടുക്കാൻ സജ്ജനാണെന്നായിരുന്നു വാൻസിന്റെ പ്രതികരണം. ഇതോടെ ട്രംപിന്റെ ആരോഗ്യസ്ഥിതി വൻ ചർച്ചയായി. അതേസമയം വാരാന്ത്യത്തിൽ പൊതുപരിപാടികൾ ഒഴിവാക്കിയെങ്കിലും സമൂഹമാധ്യമങ്ങളിൽ ട്രംപ് സജീവമാണ്. ഗോൾഫ് ക്ലബ്ബിലേക്കുള്ള യാത്രയ്ക്ക് മണിക്കൂറുകൾക്ക് മുൻപ് താൻ ഏർപ്പെടുത്തിയ തീവകൾ കുറച്ചതിന് US അപ്പീൽ കോടതിയെ വിമർശിച്ചുകൊണ്ട് അദ്ദേഹം ട്രൂത്ത് സോഷ്യലിൽ പോസ്റ്റ് പങ്കുവച്ചിരുന്നു. ഗാസ സിറ്റി യുദ്ധമേഖലയായി പ്രഖ്യാപിച്ചതോടെ വടക്കൻ ഗാസയിലേക്ക് പരിമിതമായ തോതിൽ അനുവദിച്ചിരുന്ന ഭക്ഷ്യസഹായ വിതരണം ഇസ്രയേൽ ഉടൻ നിർത്തിയേക്കും. ഗാസ സിറ്റിയിൽ വിമാനങ്ങളിൽ നിന്ന് ഭക്ഷണപ്പൊതികൾ ഇട്ടുകൊടുക്കുന്നത് ഇന്നലെയോടെ നിർത്തി. അതിനിടെ പട്ടിണി മൂലം 10 പേർ കൂടി മരിച്ചു. ഇതോടെ പട്ടിണി മരണം 124 കുട്ടികളടക്കം 332 ആയി. ഭക്ഷണ വിതരണ കേന്ദ്രങ്ങളിലെ വെടിവയ്പ്പുകളിൽ 15 പേരും കൊല്ലപ്പെട്ടു. ഇതുവരെ ഗാസയിൽ നടത്തിയ ആക്രമണങ്ങളിൽ 63,371 പലസ്തീനികൾ കൊല്ലപ്പെട്ടു. ഗാസ സിറ്റിയിൽ നിന്നും ജനങ്ങളെ ഒഴിപ്പിക്കരുതെന്ന് റെഡ് ക്രോസ് ആവശ്യപ്പെട്ടു. പലായനം ചെയ്യുന്ന ലക്ഷങ്ങളെ പാർപ്പിക്കാൻ സ്ഥലം കണ്ടെത്താൻ അസാധ്യമായ സാഹചര്യത്തിലാണിത്. ഈ വർഷാവസാനം ഇന്ത്യയിൽ നടക്കുന്ന ക്വാഡ് ഉച്ചകോടിയിൽ പങ്കെടുക്കാൻ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് എത്തില്ല. ഉച്ചകോടിക്കായി ഇന്ത്യ സന്ദർശിക്കുമെന്ന് നേരത്തെ ട്രംപ് പറഞ്ഞതാണെങ്കിലും ഇന്ത്യ-US വ്യാപാര ബന്ധം മോശമായ സാഹചര്യത്തിലാണ് സന്ദർശനം വേണ്ടെന്ന് വെച്ചത്. ട്രംപിന്റെ ഈ വർഷത്തെ വിദേശ പര്യടന പദ്ധതിയിൽ ഇന്ത്യയില്ലെന്ന് വൈറ്റ് ഹൌസ് കേന്ദ്രങ്ങളെ ഉദ്ധരിച്ച് ന്യൂയോർക്ക് ടൈംസ് റിപ്പോർട്ട് ചെയ്തു. ഓസ്ട്രേലിയ, US, ഇന്ത്യ, ജപ്പാൻ എന്നീ രാജ്യങ്ങളുടെ സുരക്ഷാ കൂട്ടായ്മയായ ക്വാഡിന്റെ വിദേശകാര്യ മന്ത്രിമാരുടെ സമ്മേളനം ജാനുവരിയിൽ ട്രംപ് അധികാരമേറ്റതിനു പിന്നാലെ US-ലാണ് നടന്നത്. കേരള ആംഡ് പോലീസ് 3-ാം ബറ്റാലിയനിലെ SI ക്വാർട്ടേഴ്സിന് സമീപം ജീവനൊടുക്കിയ നിലയിൽ കണ്ടെത്തു. കൊല്ലം കുണ്ടട ആലുമൂട് പുനുക്കന്നൂർ തത്വമസി വീട്ടിൽ KG കുഞ്ഞുമോനെ 51 വയസ്സ് KAP ആസ്ഥാനത്തുള്ള വർക്ക്ഷോപ്പിനോട് ചേർന്നുള്ള മരത്തിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തു. കുഞ്ഞുമോൻ എഴുതിയതെന്ന് കരുതുന്ന ആത്മഹത്യാക്കുറിപ്പ് പോലീസിന് ലഭിച്ചിരുന്നു. ഇതിൽ പ്രത്യേക കാരണമൊന്നും പറയുന്നില്ല. കുറച്ച് സാമ്പത്തിക ബാധ്യത പറയുന്നുണ്ടെങ്കിലും അധികമില്ല. മേലുദ്യോഗസ്ഥരുടെ സമ്മർദ്ദം മരണകാരണമല്ലെന്നും കത്തിൽ സൂചിപ്പിച്ചിട്ടുള്ളതായി പോലീസ് പറഞ്ഞു. ക്യാമ്പിലെ പോലീസുകാരുടെ പരിശീലകനായിരുന്നു. കുടുംബത്തോടൊപ്പം ക്യാമ്പിലായിരുന്നു താമസം. വെള്ളിയാഴ്ച രാത്രി മുതൽ ഇദ്ദേഹത്തെ കാണാനില്ലായിരുന്നു. തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് ക്യാമ്പിന്റെ വർക്ക്ഷോപ്പിനോട് ചേർന്നുള്ള മരത്തിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. 1999 ജൂലൈ 15 കോൺസ്റ്റബിളായാണ് കുഞ്ഞുമോൻ 3-ാം ബറ്റാലിയനിലെത്തുന്നത്. ഭാര്യ ക്യാമ്പ് ആസ്ഥാനത്തുള്ള പോലീസ് ക്യാന്റീനിലെ താൽക്കാലിക ജീവനക്കാരി ഷനിജ, മക്കൾ ആശീർവാദ്, ആദിത്ത്.
കൈക്കൂലിക്കേസിൽ നിന്ന് തടിയൂരാൻ പണം നൽകിയ ആളോട് തന്നെ സഹായം തേടി ഹാർബർ എഞ്ചിനീയറിംഗ് വകുപ്പിന്റെ ഉദ്യോഗസ്ഥൻ. കരാറുകാരനോട് സഹായം അഭ്യർത്ഥിക്കുന്ന ഫോൺ സംഭാഷണം പുറത്തുവന്നു. ബാങ്ക് അക്കൗണ്ടിൽ കൈപ്പറ്റിയ പണത്തിന്റെ വിവരം വിജിലൻസിന് ലഭിച്ചതിന് പിന്നാലെയാണ് ഫോൺ സംഭാഷണം. സംഭാഷണത്തിന്റെ റെക്കോർഡിംഗും ഗൂഗിൾ പേ ഇടപാടിന്റെ സ്ക്രീൻഷോട്ടും മനോരമയ്ക്ക് ലഭിച്ചു. സർക്കാർ ഉദ്യോഗസ്ഥയായ ഭാര്യയുടെ അക്കൗണ്ട് വഴിയും പണം കൈപ്പറ്റിയിട്ടുണ്ടെന്ന് സംഭാഷണത്തിൽ നിന്ന് വ്യക്തമാകുന്നു. ഉദ്യോഗസ്ഥൻ ഹാർബർ എഞ്ചിനീയറിംഗ് വകുപ്പിന്റെ പൊന്നാനി ഓഫീസിൽ ജോലി ചെയ്ത കാലത്താണ് സംഭവം. എന്നെ വിജിലൻസ് ഓഫീസിലേക്ക് വിളിച്ചിരുന്നു. എന്റെ അക്കൗണ്ട് വിവരങ്ങളും ഭാര്യയുടെ അക്കൗണ്ട് വിവരങ്ങളും അതിലേക്ക് പണം അയച്ച കരാറുകാരുടെ നമ്പറുകളും അവർ വാങ്ങിവെച്ചിട്ടുണ്ട്. എന്റെ ജോലി പോയാലും കുഴപ്പമില്ല, ഭാര്യയുടെ ജോലി പോകുന്നതാണ് പ്രശ്നം. നിങ്ങളുടെ അക്കൗണ്ടിൽ നിന്ന് ഒരു 50, 50, 35 ഭാര്യയുടെ അക്കൗണ്ടിലേക്ക് വന്നിട്ടുണ്ട്. ഞാനൊരു വക്കീലിനെ കണ്ട് എന്താണ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചിരുന്നു. അപ്പോൾ വക്കീൽ ചോദിച്ചത്, നിങ്ങൾ ഭാര്യയുടെ അക്കൗണ്ടിലേക്ക് പണം അയച്ചത് നിങ്ങളുടെ തന്നെ മറ്റൊരാവശ്യത്തിന് വേണ്ടി ആയിരുന്നു എന്ന് കാണിച്ച് ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ടാക്കാൻ പറ്റുമോ എന്നാണ് കരാറുകാരനോടുണ്ട സഹായാഭ്യർത്ഥനയുടെ പ്രധാന ഭാഗം. ഹാർബർ എഞ്ചിനീയറിംഗ് വകുപ്പിലെ ഉദ്യോഗസ്ഥൻ കരാറുകാരനോട് പണം ആവശ്യപ്പെടുന്ന മറ്റൊരു ഫോൺ സംഭാഷണവും മനോരമയ്ക്ക് ലഭിച്ചു. തായ്ലൻഡിൽ വിനോദയാത്ര കഴിഞ്ഞു വന്നപ്പോൾ പണമെല്ലാം കഴിഞ്ഞു എന്നും എന്തെങ്കിലും അയക്കൂ എന്നായിരുന്നു ആവശ്യം. ആ സംഭാഷണം ഇങ്ങനെ: സുഹൃത്തുക്കൾക്കൊപ്പം മത്സരിച്ച് മദ്യപിച്ച അവശനായ +2 വിദ്യാർത്ഥിയെ മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചു. ആൽത്തറ ജംഗ്ഷനിൽ നിർമ്മാണത്തിലുള്ള വീട്ടിലാണ് നഗരത്തിലെ വിവിധ സ്കൂളുകളിൽ നിന്നുള്ള 7 വിദ്യാർത്ഥികൾ മദ്യപിച്ചത്. സ്കൂളിൽ ഓണാഘോഷമായതിനാൽ വിദ്യാർത്ഥികൾ യൂണിഫോമിലായിരുന്നില്ല. മുണ്ടും ഷർട്ടും ധരിച്ച ഇവർ ബേവ്കോ ഔട്ട്ലെറ്റിൽ നിന്നാണ് മദ്യം വാങ്ങിയത്. വിദ്യാർത്ഥികൾ പരസ്പരം മത്സരിച്ച് മദ്യപിച്ചെന്നാണ് സൂചന. അരക്കുപ്പി മദ്യം വെള്ളം ഒഴിക്കാതെ കുടിച്ച വിദ്യാർത്ഥി കുഴഞ്ഞു വീണു. 5 പേർ ഓടി രക്ഷപ്പെട്ടു. ഒപ്പമുണ്ടായിരുന്ന മറ്റൊരു വിദ്യാർത്ഥി മ്യൂസിയം പോലീസിൽ വിവരമറിയിച്ചു. പോലീസ് എത്തിയാണ് വിദ്യാർത്ഥിയെ മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയത്. അവശനായിരിക്കുന്ന വിദ്യാർത്ഥി തീവ്രപരിചരണ വിഭാഗത്തിലാണ്. സംഭവത്തിൽ മ്യൂസിയം പോലീസ് പ്രാഥമിക അന്വേഷണം നടത്തുന്നു. കേസെടുത്തിട്ടില്ല. വിദ്യാർത്ഥികൾക്ക് ബേവ്കോയിൽ നിന്ന് എങ്ങനെ മദ്യം ലഭിച്ചതെന്നതിനെക്കുറിച്ചും അന്വേഷിക്കും. മുണ്ടും ഷർട്ടും ധരിച്ചെത്തിയവ വിദ്യാർത്ഥികളാണെന്ന് ബേവ്കോ ജീവനക്കാർക്ക് തിരിച്ചറിയാനായില്ലെന്നാണ് സൂചന. മകന്റെ ജന്മദിനത്തിൽ കൈമാറിയ സമ്മാനത്തെ ചൊല്ലിയുള്ള തർക്കത്തെ തുടർന്ന് ഭാര്യയെയും ഭാര്യമാതാവിനെയും കൊലപ്പെടുത്തിയ യുവാവിനെ അറസ്റ്റിലായി. ഡൽഹിയിലെ റോഹിണിയിൽ ശനിയാഴ്ചയാണ് സംഭവം. കുസും സിൻഹ 63, മകൾ പ്രിയ സേഗൽ 34 എന്നിവരെ കൊലപ്പെടുത്തിയ യോഗേഷ് സേഗലാണ് അറസ്റ്റിലായത്. ഇരുവരെയും കത്രിക ഉപയോഗിച്ച് യോഗേഷ് കുത്തിക്കൊലപ്പെടുത്തുകയായിരുന്നുവെന്ന് പോലീസ് പറഞ്ഞു. ഈ മാസം 28-ന് യോഗേഷിന്റെയും പ്രിയയുടെയും മകന്റെ ജന്മദിനമായിരുന്നു. ഇതിന്റെ ആഘോഷ ചടങ്ങിനായിരുന്നു കുസം മകളുടെ ഫ്ളാറ്റിലെത്തിയത്. ചടങ്ങിനിടെ മകന് നൽകിയ സമ്മാനത്തെ ചൊല്ലി യോഗേഷും പ്രിയയും തമ്മിൽ തർക്കമുണ്ടായതായി പോലീസ് പറഞ്ഞു. ഇത് പരിഹരിക്കുന്നതിന് വേണ്ടി കുസും സ്വന്തം വീട്ടിലേക്ക് മടങ്ങാതെ മകൾക്കൊപ്പം തങ്ങുകയായിരുന്നു. ശനിയാഴ്ച രാവിലെ കുസുമിനെയും പ്രിയയെയും ഫോണിൽ വിളിച്ചിട്ട് കിട്ടാത്തതിനാൽ കുസുമിന്റെ മകൻ മേഘ് സിൻഹ റോഹിണിയിലെ സെക്ടർ 17-ലുള്ള ഫ്ളാറ്റിലെത്തി.